ഈ കൂട്ടായ്മയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് നിങ്ങളോട് കൂടെ ദൈവത്തെ ആരാധിപ്പാനും ദൈവം ചെയ്യുന്ന നന്മകളെക്കുറിച്ച് ഓർക്കുവാനും നന്ദി പറയുവാനും എനിക്കും കിട്ടിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. അതിൻ്റെ ശേഷം കൊറോണയിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച ഒരുപാട് ദൈവമക്കൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ എവിടെ വിളിച്ചാലും ഞാൻ പോകാൻ കാരണം വചനം പ്രസംഗിക്കാൻ മാത്രമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് നന്ദി പറയുവാൻ, പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കായിട്ട് നന്ദി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊരു അവസരമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കൂടെയാണ് ഞാൻ വന്നത്. ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. തിരുമല മിഷൻ പ്രയർ ഫെലോഷിപ്പിൻ്റെ വാർഷിക റിപ്പോർട്ട് വായിച്ച് കേട്ടതിൽ വളരെ സന്തോഷിക്കുന്നു. 141 മിഷണറീസെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടന നമ്മുടെ മധ്യയിൽ തന്നെ ഉണ്ടായി എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമാണ്. അതിൻ്റെ മുമ്പത്തെ കാലങ്ങളിലെല്ലാം വിദേശ മിഷണറിമാരായിട്ടാണ് വരുന്നത്. പക്ഷേ വിദേശ മിഷണറിമാർ പലരും നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം വന്നതുകൊണ്ടാണ് ഇന്ന് പലരും സത്യദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള ഒരവസരം നമുക്ക് ലഭിച്ചത്. ഒന്ന് ഓർത്ത് നോക്കി, അവരെല്ലാം വന്നില്ലെങ്കിൽ നമ്മിൽ പലരും ഇന്നും പല വിഗ്രഹങ്ങളുടെ മുമ്പ് വീണ് കിടക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്കൊരു നല്ല അവസരം കൊടുത്തതിൻ്റെ കാരണം വിദേശ മിഷണറിമാർ വന്നു. പക്ഷേ അവരെല്ലാം ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ 1960കളിലാണ് മിഷണറി സ്ഥാപനങ്ങൾ ഉരുവാകാൻ തുടങ്ങിയത്. നിങ്ങളെ സഭയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ 1960കളിലാണ് മിഷൻ സ്ഥാപനങ്ങൾ പലതും ഉണ്ടാക്കിയത്. ഇന്ന് ഏറ്റവും വലിയ മിഷണറി സ്ഥാപനമായ ഫ്രണ്ട്സ് മിഷൻ പ്രയർ ബാൻഡും 60ലാണ് ഉണ്ടായത്. ക്രൂസേഡ് ഇതെല്ലാം 60, ബ്ലെസ്സിങ് യൂത്ത് മിഷൻ ഇതെല്ലാം 60കളിലാണ് തുടങ്ങിയത്. അപ്പം ആ സമയം തൊട്ട് നമ്മുടെ ആൾക്കാർ തന്നെ പല സ്ഥലങ്ങളിലും കടന്നുപോയി സുവിശേഷം അറിയിക്കുവാനിടയായി. അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഒരു വിദേശ മിഷണറിയും ആവശ്യമില്ല. ഗവൺമെൻറ് അനുവദിക്കത്തുമില്ല, നമുക്ക് ആവശ്യവുമില്ല. നമുക്ക് തന്നെ ആവശ്യമുള്ള മിഷണറിമാരുണ്ട്. പക്ഷേ അതിനുവേണ്ടി മുൻഗണന എടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. സാധാരണമായിട്ട് മിഷണറി കാര്യങ്ങളെക്കുറിച്ച് പലർക്കും സഭയിലുള്ള വിശ്വാസികൾക്ക് അത്ര ഇൻട്രസ്റ്റഡ് കാണത്തില്ല. മിഷണറി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പലരും വരത്തില്ല. ഇന്നും തന്നെ നോക്കിയാൽ വന്നവർക്ക് എല്ലാവർക്കും സ്തോത്രം. എന്നാൽ മുമ്പിൽ കുറേ ഒഴിഞ്ഞ സീറ്റ് കിടത്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, കർത്താവ് പറഞ്ഞു പിശാചിന് ഇടം കൊടുക്കരുതെന്ന്. ഈ ഇടം, ഈ സ്ഥലം ആർക്ക് കൊടുത്തിരിക്കുകയാണെന്ന് ഓർക്കണം. കാരണം അവനെ വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല, സ്ഥലം കിട്ടിയാൽ വരും. ഇന്ന് പോലും ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, വിശ്വാസികളെ ഭൂതം ബാധിക്കുമോ എന്ന്. തുറന്നു കൊടുത്താൽ, സ്ഥലം കൊടുത്താൽ അവൻ വരും, ഇല്ലെങ്കിൽ വരത്തില്ല. അപ്പം ഞാൻ പലപ്പോഴും നമ്മുടെ സഭയിൽ ഉണർവ് ഉണ്ടാകണമെങ്കിൽ വിശ്വാസികൾ മുൻ സീറ്റിൽ വന്നിരിക്കണം. കാരണം ഇത് ഓർത്തോളണം, നമ്മൾ വന്നില്ലെങ്കിൽ അവൻ വന്നിരിക്കും. ഇപ്പം നല്ല ശതമാനം ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പിശാചിൻ്റെ പുറകെയാണ് ഇരിക്കുന്നത്. ഒരു സംശയമില്ല. ഏത് മീറ്റിങ്ങിൽ പോയാലും പാസ്റ്റർമാർ പറയും മുമ്പോട്ട് വന്നിരുന്നു, വരത്തില്ല. നമ്മുടെ സഭകളിൽ ഉണർവ് വരത്തുമില്ല. അതുകൊണ്ട് നല്ല വിശ്വാസിയാണെങ്കിൽ മുമ്പിൽ വന്നിരിക്കണം. ഓരോ കാരണം, പിശാച് അഥവാ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഇരുന്നോട്ടെന്ന്. അല്ല, പിശാചിന് നല്ല മുൻസ്ഥലം നമുക്ക് ഒഴിച്ചിട്ട് കൊടുത്തിരിക്കുക, മുൻസ്ഥലം നീ വന്നിരുന്നോ എന്ന് പറയുന്നത് പോലെ ആണെങ്കിൽ നമ്മുടെ സഭയിൽ ഉണർവ് ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചോ പിശാചിന് പുറകെ ഇരിക്കണോ മുമ്പേ ഇരിക്കണോ എന്ന്. പക്ഷേ ഒരു നല്ല ഉണർവ് വരണമെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ്. കാരണം കർത്താവിനെ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നതോ. ഇവിടെ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നാ വിചാരിക്കുന്നത്? ഇവിടെ വരെ ആളിരിക്കും. പക്ഷെ ഇവിടെ കർത്താവാണ്, ദൂരത്ത് നിന്ന് കണ്ടാൽ മതി എന്ന് ഓർത്തിരുന്നാൽ. കാരണം ഇത് ഒരു മിഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത് ഈ വിശ്വാസികൾക്ക് മിഷനെക്കുറിച്ച് ഒരു എറിവുണ്ടാക്കണം. ഇത് ആര് പ്രസംഗിച്ചാലും, ബില്ലിഗ്രാം വന്ന് പ്രസംഗിച്ചാലും ശരി, ലോകത്തിലെ ഏറ്റവും വലിയ പ്രാസംഗികന്മാർ വന്ന് പ്രസംഗിച്ചാലും ശരി, ഒരു മിഷണറി
എരിവ് നമുക്കുണ്ടാകത്തില്ല. ഒരേ ഒരു കാരണം, യേശുവോട് നമ്മൾ എത്ര അടുത്തിരിക്കുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് മിഷൻ എന്നുള്ള കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. ഇതുപോലെ ദൂരത്തിരുന്നെങ്കിൽ, കാരണം നല്ല ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശമ്പളമുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ചില പെർക്സ് അലവൻസസ് എന്ന് പറയും, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, അത് ഇത്. ആരും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് ഓർത്ത് ജോലിക്ക് ജോയിൻ ചെയ്യത്തില്ല. ശമ്പളം അതും കിട്ടുന്നത് നല്ലതാണ്, പക്ഷെ ശമ്പളം അതുപോലെ ദൈവത്തോട് കൂടെ അടുക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രേരണയാണ്. കാരണം ദൈവത്തിൻ്റെ ഹൃദയ തുടിപ്പതാണ്, യേശുവിൻ്റെ ഹൃദയ തുടിപ്പതാണ്. ദൈവത്തിന് എന്നാ ആഗ്രഹം? ഒരുത്തനും നശിച്ചു പോകാതിരിക്കണം. അതാണ് മിഷൻ. അങ്ങനെ ഒരു കാര്യം നമുക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സകല നന്മയും കൊടുക്കാം. അതും ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് അലവൻസസ് പോലെയുള്ളൂ, പ്രക്സ് എന്ന് പറയും. അപ്പോൾ അത് മതി എന്നിരിക്കുന്നാൽ പുറകേരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഇരുന്നാൽ ചിലർക്ക് വന്ന് കൂടുതൽ ഇരിക്കാനുള്ള പ്രയാസവും അതാണ്. അഥവാ ദൈവം നമ്മളോട് സംസാരിച്ചാലോ? ദൈവം എന്നാ സംസാരിക്കും? നിങ്ങൾ വിചാരിക്കുന്നു ദൈവം നിന്നെ ഒരു ഡോക്ടറായിട്ട് കണ്ടാൽ എനിക്ക് എന്തോ ഒരു സന്തോഷം എന്ന് ദൈവം പറയുന്നു വിചാരിക്കുന്നു? ഒരിക്കലും ദൈവം പറയത്തില്ല. ഒരിക്കലും ദൈവം പറയത്തില്ല. അല്ലെങ്കിൽ നീ ഇന്ന ആളായിത്തീരണം എന്ന് ദൈവം വിചാരിക്കും? ഒരിക്കലും പറയത്തില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തോട് അടുത്തിരുന്നാൽ ഒരു കാര്യം, അവനൊരു മിഷണറിയാണ്. യേശു ദൈവം തന്നെ, ദൈവത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിൽ ഒരുത്തരും നശിച്ചു പോകാതിരിക്കണം. ദൈവം ആഗ്രഹിച്ചത് മാത്രമല്ല, അതിനുവേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. അപ്പോൾ യേശു വന്നത് എന്തിന്? പാപികളെ രക്ഷിക്കുവാൻ. യേശുവിൻ്റെ ജീവിത ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഫ്രം ഡേ 1, മിനിസ്ട്രിയുടെ ഡേ 1 തൊട്ട് ആത്മാക്കളെ അന്വേഷിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൽ നഥേനിയലെ പിടിച്ചു, 2-ാം അധ്യായത്തിൽ കാനാവിലുള്ള കല്യാണത്തിലുള്ള വീട്ടുകാരെ പിടിച്ചു, 3-ാം അധ്യായത്തിൽ നിക്കോദമേസെ പിടിച്ചു, 4-ാം അധ്യായത്തിൽ സമരിയ സ്ത്രീയെ പിടിച്ചു, 5-ാം അധ്യായത്തിൽ 35 വർഷം മുടന്തനായിരുന്നവനെ പിടിച്ചു, 6-ാം അധ്യായത്തിൽ 5000 പേർക്ക് ഭോജനം കൊടുത്ത് അവരെ ദൈവം തൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടേ പോകാം. യേശുവിൻ്റെ ഒരേ കാര്യം, ഇവൻ അന്വേഷിച്ച് കാലത്തും പകലും ഓടിത്തിരിഞ്ഞ് വില്ലേജ് ആഫ്റ്റർ വില്ലേജ് താൻ തൻ്റെ ശിഷ്യന്മാരെ തയ്യാറാക്കി. അവരെ വിട്ടു എന്ന് മാത്രം പറഞ്ഞില്ല, അവരുടെ കൂടെ യേശുവും പോയി. തനക്ക് മുമ്പേ അവർ പോകുവാനായിട്ട് അവരെ അയച്ചു എന്ന് പറഞ്ഞാൽ അവരെ അയച്ചിട്ട് അവൻ്റെ പുറകെ പോയി. ഞാൻ പറയാൻ വന്നത്, ഈ മിഷൻ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ പ്രസംഗം കേട്ടാൽ പോരാ. നമ്മളെല്ലാം പ്രസംഗം കേൾക്കാത്തവരാ? ഇല്ല, പ്രസംഗം കേട്ടാൽ പോരാ. യേശുവോട് എത്ര അടുത്തിരിക്കുന്നോ അവൻ്റെ ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, യേശുവിന് ഒരു അജണ്ടവേ ഉള്ളൂ, ഒറ്റ അജണ്ട. നിങ്ങൾ യേശുവോട് ഞാൻ എന്നാ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് കേട്ടാൽ യേശു പറയുന്നു, എനിക്ക് ഒരു അജണ്ടയേ ഉള്ളൂ, എനിക്ക് ഒരു വർക്കേ ഉള്ളൂ, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും പ്രസംഗിക്കപ്പെടണം. അതിൽ നിങ്ങളുടെ പാർട്ട് എന്താ എന്ന് ദൈവം ചോദിക്കും. അത്രേ ഉള്ളൂ. യേശുവിന് വേറെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കർത്താവോട് നമ്മൾ എത്ര അടുത്തിരിക്കുന്നോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുള്ള താല്പര്യം ഉണ്ടാകും. കാരണം ദൈവം, ആൾമൈറ്റി ഗാഡ് ഈസ് എ മിഷണറി ഗാഡ്. യേശു മിഷൻ വർക്കാണ് ചെയ്തത്, ആത്മാക്കളെ അന്വേഷിച്ചാൽ പോയി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നതിൻ്റെ കാരണം നമ്മൾ വിശുദ്ധന്മാരാകാനാണ്. എന്തിനാണ് വിശുദ്ധന്മാരാകാൻ? വിശുദ്ധന്മാരായാലേ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് പിതാവായ ദൈവവും പുത്രനായ യേശു പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നത്. അല്ലാതെ മറ്റതെല്ലാം യേശുവിൻ്റെ പുറകെ വന്നാൽ അത് കിട്ടും ഇത് കിട്ടും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ റിട്ടയർ ആകുമ്പോൾ വല്ലതും കിട്ടും എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഒരു ഡൈനമിക്കായിട്ട് ഉള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് ഈ മിഷൻ മീറ്റിങ്ങിലെല്ലാം വരുമ്പോൾ ഓർത്തോളണം, ആര് എന്നെല്ലാം പറഞ്ഞാലും ഒട്ടും അനങ്ങാത്ത എത്രയോ പേരുണ്ട്. സഭകളിൽ നിറച്ച് കേൾക്കാത്തത് ഒരു കുറവുമില്ല, കേൾക്കാത്ത കുറവില്ല. എന്നാൽ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവാണ്.
അത് ചിലർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. പാച്ചന്മാർ വരയ്ക്കുന്നവർ അവർ എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ടു അവർ പറയും, നമ്മൾ കേട്ട് സന്തോഷിച്ച് കയ്യും അടിച്ച് പോകും. പക്ഷേ അച്ഛൻ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? നമ്മളെല്ലാം പോകണ്ടേ? അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കേൾക്കുന്നത് കൊണ്ടല്ല, കർത്താവിൻ്റെ അടുക്കൽ എത്രമാത്രം നമ്മൾ അടുത്തു വരുന്നു എന്നുള്ളതാണ്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് താല്പര്യം വേണമെങ്കിൽ യേശു ഇതെല്ലാം പറഞ്ഞു, സുവിശേഷത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന സുവിശേഷം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് യേശു ജീവിക്കുന്നു എന്ന് നമ്മൾ പറയും. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നില്ലേ? യേശു ജീവിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ലേ? ആരെങ്കിലും വിശ്വസിക്കണം യേശു ജീവിക്കുന്നുണ്ട്? അപ്പോൾ നിങ്ങളോട് ആരോടെങ്കിലും ഒരാൾ ചോദിക്കുന്നവരെയോ, നിങ്ങൾ പറയുന്നത് യേശു ജീവിക്കുന്നെന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാ പറയും? നമ്മളാരും കണ്ടിട്ടില്ല. ദയവേത് കാണരുത്. ദൈവത്തെ കണ്ടാൽ ചത്തുപോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാണരുത്. നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ലോകക്കാർ നമ്മളോട് ചോദിക്കാം, യേശു ജീവിക്കുന്നു പറഞ്ഞു, കണ്ടിട്ടില്ല. നിങ്ങൾ ചുമ്മാ പ്രാന്ത് പിടിച്ചതിന് പോയി യേശു ജീവിക്കുന്നു പറഞ്ഞു. പക്ഷെ നമുക്ക് ഉറപ്പ് എന്ന് പറയുന്നത് യേശു ജീവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പൻ പറഞ്ഞു കാണും, അല്ലെങ്കിൽ പാസ്റ്റർമാർ പറഞ്ഞു കാണും, മറ്റേവർ പറഞ്ഞു കാണും, കൂട്ടത്തിൽ എല്ലാവരും യേശു ജീവിക്കുന്നു, അല്ലല്ലോ യേശു ജീവിക്കുന്നു നമുക്ക് പറയും. യേശു ജീവിക്കുന്നു നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വാസ്തവമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു ജീവിക്കുന്നു എന്ന് പറയുന്നതിന് ഒരേ ഒരു അർത്ഥം, ഒരേ ഒരു കാരണം ഉണ്ടാവണം ജീവിതത്തിൽ. അവൻ നിങ്ങളോട് സംസാരിക്കണം. ഇല്ലെങ്കിൽ യേശു ജീവിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വാർത്ത. കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ഒരു വ്യക്തി ചോദിച്ചു, നിങ്ങളെ ചുമ്മാ പറഞ്ഞുകൊണ്ട് യേശു ജീവിക്കുന്നു കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ യേശു ജീവിക്കുന്നു? ഞാൻ പറഞ്ഞു ഇന്ന് കാലത്തെ ഞാൻ പുള്ളിയോട് സംസാരിച്ചു. ഇന്ന് കാലത്തെ സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യേശു ജീവിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് അത് ഉറപ്പായിട്ട് പറയാൻ പറ്റും? ആ സംസാരിക്കുന്ന ആൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാലും, ഈ പ്രാർത്ഥന ഒരു സൈഡ് മാത്രമുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ വെച്ചു, നമ്മൾ വേണമെങ്കിൽ ഈ ഭിത്തിയുടെ മുമ്പിൽ ഒരു മണിക്കൂർ ഇന്ന് പ്രാർത്ഥിക്കാം. ഭിത്തിയുടെ മുമ്പിൽ തല മുട്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഭിത്തിയിൽ വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതുപോലെ നമ്മളും അത് പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയുന്നില്ല, നമ്മൾ യേശുവോട് പ്രാർത്ഥിച്ചാലും തിരിച്ചു പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, ഒരിക്കലും ജീവിതത്തിൽ യേശു ജീവിച്ചിരിക്കുന്നുള്ള യഥാർത്ഥ ഉറപ്പ് വരത്തില്ല. യഥാർത്ഥ ഉറപ്പ് വരണമെങ്കിൽ അവൻ സംസാരിക്കണം. അപ്പോഴാണ് പല വിശ്വാസികളുടെ ചോദ്യം, ദൈവം സംസാരിക്കുമോ? എന്തൊരു ബോഷത്തരമായ ചോദ്യമാണ്. ദൈവം സർവശക്തനാണോ? ആ സർവശക്തൻ, നിന്നാൽ അസാധ്യം ഒന്നുമില്ല. സംസാരിക്കാൻ മാത്രം പറ്റത്തില്ല. അങ്ങനെയാണോ? ദൈവം സംസാരിക്കുമോ എന്ന് ഒരു വിശ്വാസിയെങ്കിലും ചോദിക്കുന്നത് ന്യായമാണോ? ഇത്രയും സർവശക്തനായ ദൈവം കഴുതയെ പോലും സംസാരിക്കാൻ കഴിവ് കൊടുത്ത ദൈവം സംസാരിക്കാതിരിക്കുമോ? ദൈവം സംസാരിക്കാതിരിക്കത്തില്ല, നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ദൈവം എങ്ങനെ സംസാരിക്കും? ഇംഗ്ലീഷിലാണോ, മലയാളത്തിലാണോ, ഹീബ്രുവിലാണോ, ഗ്രീക്കിലാണോ? അതല്ല. സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകണം. മൃഗങ്ങൾ തമ്മിൽ സംസാരിക്കും. ഞങ്ങളുടെ സ്ഥലത്ത് ഒരുപാട് ആനകളുണ്ട്. ഞങ്ങൾ ആനക്കൂട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഒരു കൂട്ടമായിട്ട് ഒരു കമ്മിറ്റി പോലെ വരും. അതിൻ്റെ ഒരുത്തം കൊമ്പം മുമ്പോട്ട് വന്ന് നിന്ന് അങ്ങനെല്ലാം പറയും. കുറച്ച് കഴിയുമ്പോൾ ആനയെല്ലാം മാറി നിൽക്കും. ഈ കൊമ്പം പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നവരെ അവരവിടെ നിൽക്കും. എന്ന് പറഞ്ഞാൽ അവരെന്നാ ഭാഷയിലാണ് സംസാരിച്ച്? ഈ കൊമ്പം പറഞ്ഞത് മറ്റേർക്ക് എങ്ങനെയാണ് കേട്ടത്? ദാറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ആത്മാവിലുള്ള രംഗത്തിൽ നടക്കുക. അത് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല, അത് നമ്മുടെ അനുഭവമാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് തീർച്ചയായിട്ടും ഉറച്ചു പറയാൻ പറ്റും ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് മിഷണറി മീറ്റിംഗ് ആണ്. ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ലോർഡ്സ് പ്രേയർ എന്ന് പറയുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല. കർത്താവ് എൻ്റെ പാവങ്ങളെ ക്ഷമിക്കണമേ, ഞാൻ മറ്റവരോട് ക്ഷമിക്കുന്നത് പോലെ എന്ന് പറയേണ്ട ആവശ്യമില്ല. മറ്റവരോട് ക്ഷമിച്ചു. പക്ഷേ ഇത് നമുക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്, നമുക്കറിയാം. ഇത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു കൊടുത്തത് എന്തിനാണെന്നറിയാമോ? ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടൊരു മിഷണറി പ്രയറാണ്.
നീ വാസ്തവമായിട്ട് ഇതിനെ മനസ്സിലാക്കി പ്രാർത്ഥിച്ചെങ്കിൽ ഇതൊരു മിഷൻ പ്രെയറാണ്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ മിഷൻ ആ താല്പര്യം ഉണ്ടാകണമെന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ഇത് പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു തരാം. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, ജാതികൾ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത്. അതുകൊണ്ട് പലരും വിചാരിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ, എന്നിട്ട് രാജ്യം വരട്ടെ എന്ന് രാത്രി ഉറക്കത്തിൽ ഒന്നുള്ളിയാൽ പോലും പറയും. ഒരു ദിവസം 100 പ്രാവശ്യം പറയും. കർത്താവ് പറഞ്ഞു, ഇത് ജൽപ്പനം ചെയ്യാനുള്ളതല്ല. രണ്ടാമത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഭക്തിമാന്മാരാകുമെന്ന് പലരും വിചാരിക്കും. ഞാൻ എന്നും കർത്താവിൻ്റെ പ്രാർത്ഥന 10 പ്രാവശ്യം പറയും എന്ന് പറയുന്നവരുണ്ട്. ദൈവം പറയുന്നത് കപട ഭക്തിയാണ്. ഇത് പറയുന്നത് കൊണ്ട് ഭക്തിയാകുമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് മത്തയിയുടെ സുവിശേഷം 5-6 അധ്യായത്തിൻ്റെ 5 വാക്യം 7 വാക്യം, അതേപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 2 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തുടങ്ങുന്നത് എന്താകും? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ പിതാവേ എന്നല്ല, എൻ്റെ പിതാവേ എന്നല്ല. നമ്മൾ തനിച്ച് പ്രാർത്ഥിച്ചാലും പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്തിനാ? എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എല്ലാം കറക്റ്റാണ്. പക്ഷേ പ്രാർത്ഥന ദൈവം പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ സെൽഫിഷ്നെസ്. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗാഡ് ഡസ് നോട്ട് അപ്രിഷ്യേറ്റ് സെൽഫിഷ്നെസ്. നിൻ്റെ സ്വയത്തെ ദൈവം അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. നിൻ്റെ സ്വയമല്ല ദൈവം അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി, എൻ്റെ ആൾക്കാർക്ക്, എനിക്ക് എന്ന് പറയുന്നതല്ല. ഒരു ഫരീശയൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ അങ്ങനെ പ്രാർത്ഥിച്ചു: ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ ഞാൻ എൻ്റെ എന്നാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞു അത് മൊത്തം വാരി ഗാർബേജിലിട്ട്. നോ യൂസ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ എന്ന് ഞങ്ങളുടെ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, Lord teaches them to pray. കർത്താവ് നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചത്, നീ എൻ്റെ അടുത്ത് വരുമ്പോൾ നിൻ്റെ സ്വയം മാറ്റിവെച്ചിട്ട് കൺസിഡർ അതേഴ്സ് ഓൾസോ. എൻ്റേത് മാത്രം, എനിക്ക് വേണ്ടി മാത്രമൊന്നല്ല. അവിടെയാണ് മിഷൻ പ്രവർത്തനമേ തുടങ്ങുന്നത്. മറ്റവരുടെ മേൽ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ, ഭാരമില്ലെങ്കിൽ, അവരെ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ, എല്ലാം സ്വയത്തിന് വേണ്ടി ഓരോരുത്തരും അവനവന് വേണ്ടി മാത്രമല്ല മറ്റവന് വേണ്ടിയിട്ടുള്ളതും കരുതിക്കൊള്ളുവനെന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. കൺസിഡർ അതേഴ്സ്, നോ സെൽഫിഷ്നെസ് അറ്റ് ഓൾ. ഒരു മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് പലർക്കും തോന്നാത്തതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം. എനിക്ക് യേശുവിനെ അറിയാം, എൻ്റെ പേര് ജീവപുസ്തകത്തിലുണ്ട്, ഒരിക്കൽ ആര് രക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ഞാൻ കൈപൊക്കി, ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ ഫിനിഷ്ഡ്. മറ്റവൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു കരുതലും നമുക്കില്ലെങ്കിൽ നമ്മൾ ഇതിനെ മിഷൻ പ്രവർത്തനം ചെയ്യുന്നത്, നമ്മൾ പോകും. ദൈവം പഠിപ്പിച്ച ഈ പ്രാർത്ഥന ചുമ്മാ ജൽപ്പനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എല്ലാ സമയത്തും കൂടി വരുമ്പോഴെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കർത്താവ് ആദ്യമേ സിഗരറ്റ് പാക്കറ്റെല്ലാം സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കൊടുക്കുന്നത് പോലെ പള്ളിയിൽ വരുന്നവരോടെല്ലാം പറയുന്നത്, ജൽപ്പനം ചെയ്യരുത്, ചുമ്മാ കിടന്ന് അലയ്ക്കരുത്, കപടഭക്തി കാണിക്കരുത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നോ സെൽഫിഷ്നെസ്. ദാറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ എ മിഷൻ. നമുക്ക് വേണ്ടി മാത്രം കരുതുകയാണെങ്കിൽ, ഇന്ന് പലർക്കും അതല്ലേ ആഗ്രഹമുള്ളത്, നമുക്ക് വേണ്ടി മാത്രം കരുതുകയാണെങ്കിൽ നമ്മൾ മിഷൻ പ്രവർത്തനം എന്നുള്ള ചിന്തയെ നമുക്ക് വരത്തില്ല. പലർക്കും വരുന്നില്ലല്ലോ. എത്രയോ വർഷം സഭകൾക്ക് പോയിട്ട് ഇരിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. അവർ വിചാരിക്കുന്നത് ഇത് വേറെ അച്ഛന്മാർക്കും പട്ടക്കാർക്കും പാസ്റ്റർമാർക്കും സുവിശേഷകന്മാർക്കും അല്ലെങ്കിൽ പ്രാന്തന്മാർക്കും എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് അവർ സുഖമായിട്ടിരിക്കും. നമ്മുടെ കാര്യം, നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, നമ്മളെല്ലാം കിട്ടി, ദൈവം നമുക്ക് നല്ലത് ചെയ്തു. പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻസാണ് ദൈവം കൊടുക്കുന്നു. കാരണം എന്താണെന്നറിയാവോ, ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിച്ച് നമ്മളെ അതിനെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ ഇതുപോലെ ഈ വണ്ണം എന്നാണ് തമിഴിൽ എഴുതിയിരിക്കുന്നത്, ലൈക്ക് വൈസ്
അല്ലാതെ റിപ്പറ്റീഷനല്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പ്രാർത്ഥനയെ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുത്തതിൻ്റെ കാരണം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. എന്തിനു വേണ്ടി എന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു സുഖമില്ല, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പറയുന്നത്? കർത്താവിന് ചില ആവശ്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ഇയാൾക്ക് ഭ്രാന്തെല്ലാം പിടിച്ചോ, കർത്താവിന് എന്നാ ആവശ്യമോ, ദൈവത്തിന് എന്നാ ആവശ്യമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈ പ്രെയർ മനസ്സിലാക്കണം. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ആരുടെ സഹായം ദൈവം ആവശ്യപ്പെട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം സൃഷ്ടിക്കാൻ പോകുന്ന എന്നെ ഒന്ന് സഹായിക്കണമേ, പ്രാർത്ഥിച്ച് സഹായിക്കണമേ എന്ന് ദൈവം ആവശ്യപ്പെട്ടില്ല. ദൈവം സംസാരിച്ചു, കാര്യങ്ങൾ സംഭവിച്ചു. ഹി സ്പോക്ക് ആൻഡ് തിങ്സ് വേർ ദേർ. പക്ഷെ ദൈവം സൃഷ്ടിച്ച് ഞാൻ സൃഷ്ടിച്ചു വിട്ടു, ഇത് എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് പറയാനല്ല, ഇത് നന്നായിരിക്കണമെന്നും ആഗ്രഹിച്ച ദൈവമാണ്. അവൻ്റെ ഹൃദയത്തെ ആണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. എല്ലാം ചെയ്തിട്ട് ഇത് നന്നായി എന്ന് പറഞ്ഞാൽ ഗാഡ് സെയിം, ഞാൻ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അത് നന്നായിരിക്കണം. അത് നന്നായിരിക്കാനായിട്ട് ദൈവം താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിട്ട് സൂക്ഷിക്കുവാൻ വേണ്ടി ആദ്യത്തെ മനുഷ്യന് കൽപ്പന കൊടുക്കുന്നു. ആദാമിനോട് അങ്ങനെയല്ലേ പറയുന്നു, നീ ഇത് നോക്കിക്കോ, ഇതിനെ സൂക്ഷിച്ചോളണം, തോട്ടം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ദൈവം ആദാമിനോട് പറയും, നീ പോയി ലോകമൊക്കെയും പലുകി പെരുകണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആശ്രയിക്കും. നീ സകലത്തിനും നേതാവായിട്ടിരിക്കണം എന്നെല്ലാം പറഞ്ഞു മനുഷ്യൻ്റെ മേൽ ഇങ്ങനെ അധികാരം കൊടുത്ത് താൻ സൃഷ്ടിച്ച ലോകത്തെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുന്നു. ഒരേ ചോദ്യം, ഇത്രയും സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യൻ്റെ ആവശ്യമുണ്ടോ? തോട്ടം എന്ന് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, തോട്ടം എന്ന് നന്നായിരിക്കും. എല്ലാ പറവകളോടും പറഞ്ഞാൽ മതി, ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി, എല്ലാം കഴിയും. പക്ഷേ ഫോർ മെയിൻ്റനൻസ് ഓഫ് ഹിസ് ക്രിയേഷൻ, താൻ സൃഷ്ടിച്ചതിനെ ഒന്ന് നിയന്ത്രിക്കുവാൻ, അതിനെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയാത്തത് കൊണ്ടല്ല, ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു. എന്തുകൊണ്ട്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്താൽ ചെയ്യാൻ പറ്റും, പക്ഷേ ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ ഇത് ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നല്ലോ, വി ആർ കോ ലേബറേഴ്സ് വിത്ത് ഗാഡ്. ദൈവത്തിനും ഇത് നന്നായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് ഇത് നന്നാക്കാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ എനിക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ ഞാനും അവനും ചേർന്ന് ചെയ്യുന്നത് പോലെയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്, ദൈവം പറഞ്ഞു, ഞാൻ സൃഷ്ടിച്ച ചില കാര്യങ്ങൾ ഈ ലോകം അത് നന്നായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നും, ഈ ലോകത്തെ നന്നാക്കാൻ ഞാൻ എവിടെ, എന്നെക്കൊണ്ട് എങ്ങനെ കഴിയും? അതാണ് പ്രാർത്ഥന. ദൈവമേ, നിൻ്റെ ആഗ്രഹമാണ് ഇത് നന്നായിരിക്കണം, ഞാൻ നന്നായിരിക്കണം, എൻ്റെ കുടുംബം നന്നായിരിക്കണം, എൻ്റെ സുഹൃത്തുക്കൾ നന്നായിരിക്കണം, എൻ്റെ ചുറ്റുപാട് നന്നായിരിക്കണം, എൻ്റെ ഗ്രാമം നന്നായിരിക്കണം, എൻ്റെ പട്ടണം നന്നായിരിക്കണം, എൻ്റെ ദേശം നന്നായിരിക്കണം, എൻ്റെ ലോകം നന്നായിരിക്കണം. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നെക്കൊണ്ട് എങ്ങനെ കഴിയും എന്ന് ചോദിച്ചാൽ ദൈവം പറയും, നിന്നെക്കൊണ്ട് കഴിയത്തില്ല, പക്ഷെ അതിനുള്ള ശക്തി ഞാൻ തരാം നീ പ്രാർത്ഥിച്ചാൽ. പക്ഷെ നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ തരത്തില്ല. ഗാഡ് വിൽ നോട്ട് ഡു എനിത്തിങ്. അങ്ങനെ പല പ്രാവശ്യം നിങ്ങൾ കേട്ട് കാണും. ഗാഡ് വിൽ നോട്ട് ഡു എനിത്തിങ് അൺലെസ് യു ആസ്ക്. നമ്മൾ ചോദിക്കാതെ തരത്തില്ലെന്ന് ദൈവം ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മളെ ഒന്ന് ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട്. ആ കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമോ ഇല്ലയോ? ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ ദൈവം ആഗ്രഹിച്ചത് നമ്മൾ ചെയ്തെടുക്കണമെന്ന് നമ്മളെ ഏൽപ്പിക്കുന്നു. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, നീ ചെയ്യേ. ഒരു നല്ല ടീച്ചറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ലീഡറാണെങ്കിൽ,
തൻ്റെ താഴെ ഇരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കും. നീ ചെയ്യ് എന്ന് പറഞ്ഞ് അവൻ ചെയ്യുന്നത് കണ്ട് സന്തോഷിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവനെ ഒന്ന് സഹായിച്ച് അവനെ ഒന്ന് പൊക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം താഴെ ജോലി ചെയ്യുന്നവർക്ക് എത്രമാത്രം സന്തോഷം കാണും. അതാണ് മനുഷ്യൻ്റെ ഒരവസ്ഥ. മനസ്സിലാക്കണം. God wants us to work. പക്ഷെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യാനല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പറയും ദൈവം പറഞ്ഞു നിൻ്റെ ഇഷ്ടം പോലെ ചെയ്ത. നോ, ദൈവം പറയുന്നത് നീ ചെയ്യണം, പക്ഷെ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യണം. ഇത് ഞാൻ സൃഷ്ടിച്ച ലോകമാണ്, നീ സൃഷ്ടിച്ചതല്ല. എനിക്കിരിക്കുന്ന ജ്ഞാനം നിനക്കില്ല, എനിക്കിരിക്കുന്ന ശക്തി നിനക്കില്ല. എന്നാലും നീ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഹിതം. അങ്ങനെ നീ ചെയ്യാൻ മുമ്പോട്ട് വരുമ്പോൾ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സമയം, പറ്റാത്ത കാര്യങ്ങളെല്ലാം നിന്നെ സഹായിച്ച് നിനക്കൊരു സന്തോഷം വരണം. ഇത് ഞാനും ചെയ്തതാണ്. God will not do anything unless you ask. And you cannot do anything unless God helps. അപ്പോൾ ഒരു കാര്യം ഒന്ന് ഓർത്തോ. 5 അപ്പം കൊണ്ട് ഈ പയ്യൻ കൊണ്ടുവന്ന് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. യേശു അതുവരെ കാത്തിരുന്നു. യേശു എല്ലാവരോടും പറഞ്ഞു അവിടെ ഇരുന്നോ, ചാപ്പാട് കിട്ടും. 50 പേരായിരുന്നു, കറക്റ്റായിട്ട് ചാപ്പാട് കിട്ടും എന്ന് പറഞ്ഞു. എല്ലാവരും ചാപ്പാട് എവിടെയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യേശു ചുമ്മാ ഇരിക്കുക. ടിൽ എ ബോയ് കംസ്. ആ പയ്യൻ വന്ന് 5 അപ്പം. ഈ പയ്യൻ 5 അപ്പം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എന്നാ പറഞ്ഞു കാണും, എന്ത് പോഷണം, 5000 വയറ് ഗാലിയായിട്ടിരിക്കുന്നത്, ഈ 5 അപ്പം കൊണ്ടുവരുന്നു, ഇതുകൊണ്ട് എന്നാ പ്രയോജനം എന്ന് പറഞ്ഞു. പക്ഷെ പയ്യൻ വിചാരിച്ചു, എൻ്റെ കയ്യിൽ ഇതുകൊണ്ട് ഞാൻ തിന്നിട്ട് തൃപ്തിയാകാനല്ല, ഇതുകൊണ്ട് എല്ലാവർക്കും എന്നാ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പയ്യനോട് ചോദിക്കാട്ടെ, നീ 5 അപ്പം കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ചാപ്പാട് കൊടുക്കാൻ വന്നതാണോ? അയ്യോ അതൊന്നും അല്ല. പിന്നെ എന്തിനാ? എന്നെക്കൊണ്ട് പറ്റത്തില്ല, യേശുവിൻ്റെ അടുത്ത് കൊടുത്താൽ ചെയ്യുമായിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. യേശു അതിനെ വാഴ്ത്തി നുറുക്കി 5000 പേർക്ക് കൊടുത്തപ്പോൾ നിങ്ങളായിരുന്ന ആ പയ്യനാണെങ്കിൽ എന്നാ പറയും? വീട്ടിൽ പോയി എന്നാ പറയും? എൻ്റെ അപ്പം ഞാൻ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. 5000 പേര് മൂക്ക് പിടിക്കാൻ തിന്നിട്ട് മതി എന്ന് പറയുന്നവരെ പോയി ജീവിതം മൊത്തം പറഞ്ഞു കാണും. യേശുവിന് വല്ല ആവശ്യമുണ്ടോ? ഈ 5 അപ്പം കൊണ്ടാണോ ഈ 5000 പേരെ പോഷിപ്പിച്ചത്? മതി. ഹി വെയിറ്റഡ് ഫോർ വൺ ബോയ്. ഈ പയ്യനോട് ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നറിയാം, പക്ഷെ ഗാഡ് വാണ്ടഡ് ഹിം. എന്തിന്? ഈ പയ്യൻ്റെ കാര്യമാണ് 4 സുവിശേഷങ്ങളിൽ എഴുതിയത്. ലാസർ മരിച്ച് എഴുന്നേറ്റപ്പോൾ 4 സുവിശേഷങ്ങളിൽ എഴുതിയിട്ടില്ല, ഒരേ ഒരു സുവിശേഷത്തിലേ എഴുതിയിട്ടുള്ളൂ. ഏതാണ് വലിയ അതിശയം? യേശു ചെയ്ത വലിയ അതിശയം ഏതാണെന്ന് വെച്ചാൽ 4 ദിവസം മരിച്ചു കിടന്ന് ലാസർ എഴുന്നേറ്റു. എന്നാ പ്രയോജനം? ലാസറിനെ കൊണ്ട് പിന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അടുത്ത അധ്യായത്തിൽ യേശുവോട് കൂടെ ചാപ്പാട് കഴിക്കാൻ വന്ന് ഇരുന്നെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ ലാസറെ കണ്ടിട്ടേ ഇല്ല. മത്തയിനോടും മർക്കോസിനോടും ചോദിച്ച്, ലൂക്കോസിനോട് ചോദിച്ച്, നിങ്ങളെന്താ അത്രയും വലിയ അതിശയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും എഴുതിയിട്ടില്ല? അവർ പറയും, അവനെ ഊഹിപ്പിച്ചതുകൊണ്ട് എന്നാ പ്രയോജനം? യൂദാസ് പോയപ്പോൾ അവനായിരിക്കണം അപ്പോസ്തലനായിട്ട് വരേണ്ടത്. അവനിരിക്കുന്ന സാക്ഷി പോലെ ലോകത്ത് ആർക്കെങ്കിലും സാക്ഷിയുണ്ടോ? മരിച്ച് കിടന്ന് 4 ദിവസം ഞാൻ എഴുന്നേറ്റ് വന്നു പറയാമല്ലോ, ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ മത്തേയും മാർക്കോസും പറഞ്ഞു അവന് യൂസ്ലെസ് പോലെ, അവനെ എഴുതുന്ന പ്രയോജനമില്ല. പക്ഷേ ഈ 5 അപ്പം കൊടുത്ത പയ്യനെ 4 സുവിശേഷങ്ങളും ദൈവം എഴുതിയിട്ട്. യു നോ വാട്ട് ഗോഡ് ആനോസ്? ദൈവത്തിനൊരു ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുക, ചാപ്പാട് കിടക്കും, എന്ന് പറഞ്ഞിട്ട് യേശു ഇരിക്കുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന ഈ 5 അപ്പം യേശുവിൻ്റെ കയ്യിൽ വെച്ചാൽ ഇതല്ല ഇവരുടെ വിശപ്പ് മാറ്റാൻ പോകുന്നത്, പക്ഷെ ദൈവത്താൽ അത് സാധിക്കും. അതിനുവേണ്ടി കാത്തിരുന്ന യേശു അത് വാങ്ങി അനുഗ്രഹിച്ച് എല്ലാവർക്കും കൊടുക്കും. ദാറ്റ് ഈസ് പ്രയർ, ദ സർക്കിൾ. ആർക്ക് സന്തോഷം? പയ്യന് സന്തോഷം. പയ്യനാണോ ചെയ്തത്? അല്ല. പയ്യൻ എന്നാ ചെയ്തു? അയ്യോ യേശു ചാപ്പാട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊന്നും ചെയ്തട്ടെ. യേശു എന്തിനു കാത്തിരുന്നത്? എനിക്ക് വേണമെങ്കിൽ ചെയ്യാം വാന്ന്, പക്ഷെ ഇവനെയും മാനിക്കണം. ദാറ്റ് ഈസ് പ്രയർ. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവേ എനിക്ക് ഇത് വേണം, അത് വേണം, ഇത് വേണം, അത് വേണം എന്നാണ് നമ്മുടെ 99% ഷോപ്പിംഗ് ലിസ്റ്റാണ്. പ്രാർത്ഥിച്ച ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 1 മിനിറ്റ് ഇരുന്നിട്ട്
കർത്താവേ, ഞാനിത് പ്രാർത്ഥിക്കുന്നതെല്ലാം എൻ്റെ ഗീതം മാത്രമാണോ, ഇല്ല നിൻ്റെ ഗീതം അറിഞ്ഞിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. വേറൊരു കാര്യമുണ്ട് പ്രാർത്ഥനയിൽ. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം 5, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പേ ദൈവത്തിന് അറിയാം നിങ്ങൾ എന്നാ ചോദിക്കാൻ പോകുന്നത്. ദൈവത്തിന് അറിയാമോ ഇല്ലയോ? അറിയാമോ ഇല്ലയോ? അറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അത് എഴുതി യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അവനറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പേ അവൻ അറിയാമെന്നും നമുക്കറിയാം, അതും നമുക്കറിയാം. പിന്നെയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിലെ ഒരു പാരഡോക്സ് മനസ്സിലായോ? ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന് അറിയാം, ദൈവത്തിന് അറിയാമെന്നും നമുക്കറിയാം. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു പ്രാർത്ഥിക്കുക, ആസ്ക്, പ്രാർത്ഥിക്കുക, ഇവന്നും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോട് ദൈവസന്നിധാനത്തിൽ വയ്ക്കുക, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്, ചോദിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ദൈവത്തിന് അറിയുന്നത്, ദൈവത്തിന് മുമ്പേ അറിയാമെന്ന് നമുക്കറിയുന്നു. പക്ഷെ പ്രാർത്ഥന കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണെന്നറിയാമോ? നാം പ്രാർത്ഥിച്ച ഈ വിഷയം ദൈവസന്നിധാനത്തിൽ എത്തിയപ്പോൾ വാട്ട് ഈസ് ഹിസ് റിയാക്ഷൻ, അവൻ്റെ ഹിതം എന്താണ് ഇതിനെക്കുറിച്ച് എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് സമയം പലപ്പോഴും പ്രാർത്ഥനയിൽ എടുക്കത്തില്ല. പ്രയർ ബിക്കംസ് കംപ്ലീറ്റ്. ഞാൻ സംസാരിച്ച് പ്രാർത്ഥിച്ച് വന്നു കഴിയുമ്പോൾ എനിക്ക് ദൈവസന്നിധാനത്തിൽ ഒരു നിശ്ചയമുണ്ട്, അവൻ കേട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇനി പ്രാർത്ഥിക്കേണ്ടെന്ന്. ഇങ്ങനെ ചില റെസ്പോൺസസ് മേ ബി ഡെയിലി വി മേ നോട്ട് ഗെറ്റ്. ബട്ട് ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് പോയി ഇരുന്ന് സംസാരിച്ചു, 1/2 മണിക്കൂർ സംസാരിച്ച് അയാൾ മരം പോലെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നെന്ന് വെച്ചു. പുറത്തെ വന്ന് ആൾക്കാരും ചോദിച്ചു, പോയോ എന്നായേ? ഓ എന്നായോ, ഞാൻ എന്തോ പറഞ്ഞു, അയാൾ കേട്ടോ ഇല്ലയോ, ചെയ്യുമോ ഇല്ലയോ? പലരും പ്രാർത്ഥന അങ്ങനെയല്ലേ, ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവം. ചിന്തനയുടെ ഫുൾനെസ് വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം ശിഷ്യന്മാർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ഇതെന്നാ പഠിപ്പിക്കാനായിട്ട്? 1ാം ക്ലാസ് പിള്ളേർ പോലും പറയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈസിയായിട്ട് പറയും. അതല്ല പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവത്തിന് സന്തോഷമാണ്, ഗോഡ് വിൽ ഹോണർ ഇറ്റ് എന്ന് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ഒന്ന് അവൻ്റെ ഹിതം പോലെ പ്രാർത്ഥിക്കുക. അവൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഞാനിത് പ്രാർത്ഥിച്ച് അവന് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റേത് വേണമെങ്കിലും സംശയിക്കാം, പക്ഷേ ഇതിന് സംശയിക്കേണ്ട ആവശ്യം. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ലിസ്റ്റ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്, പറഞ്ഞോ. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നൊന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചു അത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മനസ്സിലാക്കിയാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് ദൈവം ചെയ്തെടുക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് ചെയ്തെടുക്കുവാൻ ദൈവം നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർക്കുമ്പോൾ വി മസ്റ്റ് ഫൈൻഡ് ഹൗ മച്ച് പ്രോമിനൻസ് ഗോഡ് ഹാസ് ഗിവൻ ടു അസ്. നമുക്ക് വേണ്ടി എത്ര മതിപ്പാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. ഒരു പ്രാർത്ഥന, എൻ്റെ ഹിതം പറഞ്ഞു. ആ പയ്യനെ കണ്ട് കർത്താവ് എത്രമാത്രം സന്തോഷിച്ചു കാണും. ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു, ചുമ്മാ ഇരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ പയ്യന് ഇരിക്കാൻ പറ്റത്തില്ല, അവൻ കയ്യിലിരിക്കുന്ന കൊണ്ടുവന്ന് കൊടുക്കുന്നു. God would have been so honored. അതാണ് പ്രാർത്ഥന. ഇൻകംപ്ലീറ്റ് പ്രെയർ അല്ല. 2 കാര്യം ആദ്യം പറഞ്ഞതുപോലെ ദൈവം നമ്മളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പ്രാർത്ഥന. ദൈവം ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം ദൈവത്തിന് കേൾക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെയിറ്റ് ഫോർ ഗോഡ്സ് ഹിയറിംഗ്. തൃപ്തിപ്പെട്ട് പോകരുത്. ഞാൻ പ്രാർത്ഥിച്ചു, ഒരു ദിവസം പ്രാർത്ഥിച്ചു, 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, രാത്രി മൊത്തം പ്രാർത്ഥിച്ചെന്നല്ല. ആ പ്രാർത്ഥനയിൽ നിന്ന് ദൈവം എൻ്റെ ആത്മാവിനോട് എന്നെ സംസാരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ പ്രാർത്ഥന കംപ്ലീറ്റ് ആകത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നത് ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ്. സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഇതിനെ നന്നാക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണ്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെക്കൊണ്ട് ഇത്രയേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ ആവശ്യപ്പെടുന്നത് ഇത്രയാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള ശക്തി കൊടുക്കുന്ന ദൈവമാണ്. അതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, നോ യുവർ ഗാഡ്. നിൻ്റെ ദൈവത്തെ അറിയുക. നമ്പർ 2, നോ വാട്ട് ഗാഡ് വാണ്ട്സ് യു ടു ഡു. നീ എന്തു ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെന്ന് മനസ്സിലാക്കുക. 3, ഡു വാട്ട് യു ക്യാൻ.
4, God will do what you cannot to complete the process. ഇതാണ് പ്രാർത്ഥനയുടെ മഹത്വം. അതുകൊണ്ട് ചുമ്മാ എല്ലാ ദിവസവും ജൽപ്പനം ചെയ്യുന്നത് പോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ 100 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല കർത്താവ് ആദ്യമേ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു യുവർ ഹെൽത്ത് എന്ന് എഴുതിയിട്ടാണ് സിഗരറ്റ് വിൽക്കുന്നത്. അതേപോലെയാണ് കർത്താവ് പ്രാർത്ഥന പഠിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, ജൽപ്പനം ചെയ്യാനുള്ളതല്ല, കപടഭക്തിക്കുള്ളതല്ല. ഈ വണ്ണം പ്രാർത്ഥിക്കുക. തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ പിതാവേ. അതിൻ്റെ അർത്ഥം തന്നെ ഇത്രയെല്ലാം ദൈവം നമുക്ക് കൊടുത്തത് അവൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ സെൽഫിഷ്നെസ്സിനായിട്ടല്ല, എൻ്റെ സ്വയത്തിനായിട്ടല്ല, എല്ലാവരെയും ഓർത്തുകൊണ്ട്. അതാണ് മിഷണറി പ്രവർത്തനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അവിടെ മറ്റേതും പറയുന്നു, അവർ ഫാദർ എന്ന് പറയുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ സെൽഫിഷ്നെസ് ഇല്ല എന്ന് പറയുന്നത് മാത്രമല്ല, അവർ ഫാദർ. നമ്മൾ തനിച്ച് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, പുറത്തുനിന്ന് വെളിയിൽ നിന്ന് എല്ലാവരും കേൾക്കണമെന്ന് പ്രാർത്ഥിക്കാതെ നീ പ്രാർത്ഥിക്കുമ്പോൾ അകത്ത് പോയി കതവ് പൂട്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കതവ് പൂട്ടി അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പിതാവേ എന്ന്. ആരായി ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോട് കൂടെയാണ്? ഒരുത്തനും അടുക്കുവാൻ കൂടാത്ത വെളിച്ചത്തിലിരിക്കുന്ന ദൈവത്തിന്. അവൻ്റെ അടുക്കൽ നമുക്ക് വല്ലതും പോകാൻ പറ്റുമോ? പ്രാർത്ഥനയിൽ ദൈവത്തോട് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അവൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റുമോ? Can you go? No chance at all. ആരും അടുക്കലും കൂടാതെ. പിന്നെ എങ്ങനെ? ഒരേ ഒരു വഴിയിൽ മാത്രമേ അടുക്കാൻ പറ്റത്തുള്ളൂ. നീ യേശുവിലായിരുന്നാൽ, ഇഫ് യു ആർ ഇൻ ജീസസ്, യേശു പിതാവേ എന്ന് വിളിക്കാം. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ എന്ന് പറയുന്നതാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് പറയുന്നത്. നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ കൂടെ നമ്മളെ കവർ ചെയ്തിരിക്കുന്ന, നമ്മൾ ക്രിസ്തുവിൽ യേശുവിന് ഏത് സമയവും ദൈവമേ എന്ന് വിളിക്കാം. അപ്പോൾ യേശു വിളിക്കുമ്പോൾ നമ്മളും വിളിക്കാം ദൈവമേ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഈ യേശു ഉള്ളിലില്ലാതെ, അല്ലെങ്കിൽ യേശുവിന് ഉള്ളിൽ നമ്മളാകാതെ, അല്ലെങ്കിൽ ആരെന്നെ വിശ്വസിച്ച് കൈക്കൊള്ളുന്നോ അവരെല്ലാം എൻ്റെ പുത്രരാകുവാനുള്ള അധികാരം ഞാൻ കൊടുക്കുന്നുവെന്ന് യോഹന്നാൻ 1:12 വായിക്കുന്നത് പോലെ ഉള്ള അനുഭവം നമുക്കില്ലെങ്കിൽ, ചുമ്മാ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. യുവർ പ്രെയർ വിൽ നോട്ട് റീച്ച്. ആരും അടുക്കാൻ കൂടാത്ത എന്ന് പറയുന്നത് നമുക്കാർക്കും പോകാൻ പറ്റത്തില്ല. പക്ഷെ ഓൺലി വൺ വേ, ബി ഇൻ ജീസസ്, then Jesus can call you, so that means you are also calling. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും പ്രാർത്ഥിക്കാനല്ല, പ്രാർത്ഥിച്ചാൽ എല്ലാം നന്മ കിട്ടുമെന്ന് പറയുന്നത് കൊണ്ട് പ്രാർത്ഥിക്കരുത്. രക്ഷിക്കപ്പെട്ടവർ മാത്രം പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ്. only people who are saved, people who know they are in Christ, ഞങ്ങൾ ക്രിസ്തുവിലാണ് എന്ന് അറിയുന്നവർക്ക് മാത്രമേ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പോഴാണ് പ്ലൂറൽ, ഞാനും എൻ്റെ യേശു പോരാ. ഗലാത്യർ 4:4 അധ്യായം 6 വാക്യം ഇങ്ങനെ പറയുന്നു, നമ്മളെ പുത്രരായതുകൊണ്ട് പിതാവിനെ വിളിക്കുവാനുള്ള ഒരു പദവി, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു പദവി പരിശുദ്ധാത്മാവാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സോ നമ്മൾ യേശുവിലാണ്, യേശു പിതാവേ എന്ന് വിളിക്കുന്നു. പക്ഷെ നമ്മളും കൂടെ ചേർന്ന് നീ പുത്രനായതുകൊണ്ട് നമുക്കൊന്ന് പറയണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരിപ്പിക്കും, പ്രാർത്ഥിക്കാൻ പഠിക്കും. സോ when you say our Father, നീ ഏത് നടുക്കാട്ടിൽ, ഏത് കുടിലിൽ, ഏത് തനിച്ചുള്ള സ്ഥലത്ത്, ഒരു ഡെസേർട്ടഡ് ഐലൻഡിലിരുന്നാലും ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, യു ആർ നോട്ട് അലോൺ, യു കനോട്ട് ബി അലോൺ. യേശുവിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെയേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രയോജനമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയറുമ്പോൾ തന്നെ കളഞ്ഞു കളയും. ഇറ്റ് ഡസൻറ്റ് റീച്ച്, അതവിടെ എത്തത്തില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ടു പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ധൈര്യമായിട്ട് പോയി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ.
നമ്പർ 3, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ സെൽഫിഷ് അല്ലെന്ന് മാത്രമല്ല, ഒരു വലിയ സമൂഹത്തിൻ്റെ പിതാവാണ് അവൻ. ഒരു വീട്ടിൽ ഒരു അപ്പന് അമ്മയ്ക്കും മക്കൾ പലരും ഇരിക്കാം. അതുപോലെ ഒരു വലിയ സമൂഹത്തിലുള്ള അതിൽ ഒരു ഭാഗമാണ് ഞാൻ. ഞങ്ങളുടെ പിതാവെന്ന് ലോകത്തിലുള്ള യേശുവിൻ്റെ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് ഞാൻ വിളിക്കുകയാണ് എന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാമോ? നമ്മളങ്ങനെ വിളിക്കുമ്പോൾ ദൈവം അതിനെ എങ്ങനെയാണ് നോക്കുന്നറിയാമോ? നമ്മൾ ചില ആവശ്യങ്ങളോട് ഞങ്ങളുടെ പിതാവേ എന്ന് പറയും. നമുക്ക് ആഗ്രഹമുണ്ട് ലോകത്തിലുള്ള എല്ലാവരോടും ചേർന്നാണ് എന്ന് പറയുമ്പോൾ ദൈവം അതെങ്ങനെയാണ് നോക്കുന്നത് എന്ന് അറിയണമെങ്കിൽ, സൂസന്ന വെസ്ലി, ജോൺ വെസ്ലി, ജോർജ് വെസ്ലിയുടെ അമ്മയാണ് സൂസന്ന വെസ്ലി. 13 മക്കൾ, 13 പേര്. അമ്മ പോവും, പുറകെ ട്രെയിൻ പോലെ പോവും എല്ലാം. ഒരിക്കലും ഒരു വിസിറ്റർ ചോദിച്ചു, ഇത്ര എണ്ണം ഉണ്ടല്ലോ, 1 ഡസൻ + 1, ഇതിൽ ആരെയാ കൂടുതൽ ഇഷ്ടം? സൂസന്ന വെസ്ലി തിരിച്ചു പറഞ്ഞു, ഏത് കൊച്ചു അസുഖമായിട്ടുണ്ടോ അതിനെ അന്ന് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. മറ്റതാരെയും ഞാൻ നോക്കത്തില്ല, ഈ കൊച്ചിനെ മാത്രം കരുതും. മറ്റു പിള്ളേരെല്ലാം എന്നെ നോക്കാതെ അവളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാലും ഏത് കൊച്ചിന് അസുഖമുണ്ടോ അതിനെ ഞാൻ നന്നു. അതാണ് ഒരു മാതാവിൻ്റെ ഹൃദയം. അങ്ങനെ ഒരു സാധാരണ മാതാവിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നിൻ്റെ ചെറിയ കാര്യങ്ങൾ, എനിക്കൊരു പ്രൊമോഷൻ, ഒരു സ്കൂട്ടർ വാങ്ങണം എന്ന് ചെറിയ പ്രൊമോഷൻ, ഇല്ലെങ്കിൽ ഒരു നല്ല ചാപ്പാട് കഴിച്ചാൽ കൊള്ളാം, ഹോട്ടലിൽ പോകാനുള്ള പൈസ എന്നെല്ലാം ചോദിക്കുമ്പോൾ മനസ്സിലാക്കണം, പട്ടിണി കിടക്കുന്ന പിള്ളേരുണ്ട്. സൗകര്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഒരു മണിപ്പൂരിൽ കിടക്കുന്ന പിള്ളേരെ ഓർക്കണം, പട്ടിണി കിടക്കുന്ന പിള്ളേരെ ഓർക്കണം. നമ്മൾ ഓർത്തില്ലെങ്കിലും ദൈവത്തോട് നമ്മൾ പറയാ, ഇത്രയും പേരിൽ ഒരാളാണ് ഞാൻ, പക്ഷേ എന്നേക്കാൾ കൂടുതൽ അവന് ആവശ്യമുണ്ട്, അവനെ സഹായിക്കണമെന്ന്. ദാറ്റ് ഈസ് മിഷൻസ്. അതാണ് മിഷൻസ്. എപ്പോഴും ദൈവത്തോട് എനിക്ക് ഇത് വേണോ അത് വേണോ ഇത് വേണോ അത് വേണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ല. നീ എല്ലാവരെയും കുറിച്ച് കരുതുന്നവനാണെങ്കിൽ നിന്നെ എത്രമാത്രം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫ്രാക്ഷൻ പോലും ഇല്ലാത്തവരുടെയും പിതാവ് അവനാണ്. നിൻ്റെ പിതാവും അവനാണ്, അവരുടെ പിതാവും അവനാണ്. ആ പിതാവിൻ്റെ മുമ്പിൽ പോയി എനിക്ക് ഇത് കൊടുക്കണം നക്കാപ്പിച്ച ചോദിക്കുന്നതിനേക്കാൾ ഒന്നുമില്ലാത്തവന് കൊടുക്കണമേ എന്ന് പറയാനുള്ള ഒരു മനസ്സ് വരുന്നുണ്ടെങ്കിൽ, എന്നാൽ മാത്രമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കും. ആ സൂസന്ന വെസ്ലിക്ക് മാത്രമല്ല, കർത്താവ് ഒരു കഥ പറഞ്ഞു. 100 ആടുകൊണ്ട് 1 നഷ്ടപ്പെട്ടു, 99 ഇടയനൊന്നും ഇടയ്ക്കിടയ്ക്ക് എന്നോ എണ്ണിക്കൊണ്ടിരിക്കത്തില്ല. അവസാനം എല്ലാം കൂട്ടിലോട്ട് കയറ്റുമ്പോഴേ 99. ഓ, രാത്രിയായി, ഒരെണ്ണത്തിനെ കണ്ടില്ല, കുഴപ്പമില്ല എന്ന് കിടക്കുന്നവനല്ല. ഈ 99നെയും വിട്ടിട്ട് 1നെ അന്വേഷിച്ച് പോകുന്നു. ഇത് എവിടെ പോയി, എവിടെ കിടക്കുന്നു, ഏത് കുഴിയിൽ വീണ്, ഏത് ചെന്നായി പിടിച്ചുകൊണ്ട് പോയി എന്നെല്ലാം അന്വേഷിക്കാനായിട്ട് പോകുന്ന നല്ല ഇടയൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ മനസ്സിലാക്കണം, അവൻ എൻ്റെത് മാത്രമല്ല, ലോകത്തിലുള്ള ഇത്രയും ജനങ്ങളുണ്ട്, എന്നേക്കാൾ ആവശ്യമുള്ളതുണ്ട്. ഇന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, പക്ഷേ മണിപ്പൂരിലുള്ളവർക്കില്ല, അഫ്ഗാനിസ്ഥാനിലുള്ളവർക്കില്ല എന്നുള്ള ന്യൂസ് കേൾക്കുമ്പോൾ എൻ്റെ സാരമില്ല കർത്താവ്, അവർക്ക് സഹായിക്കുക. ദാറ്റ് ഈസ് മിഷൻസ്. ചുമ്മാ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചിട്ട് പറയരുത്. പിന്നെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങളുടെ പിതാവേ മൈനസ് എന്ന് പറയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നിരിക്കും, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുമോ? പക്ഷേ ദൈവം ഒരു എക്സെപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ മൈനസ് ജോൺ, മൈനസ് ചാർലസ് എന്നല്ല. നിനക്ക് ആരുടെ വിരോധമുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ശരിയാക്കി അവനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ യാഗപീഠത്തിലേക്ക് വാ. സോ ഈ 1 വേർഡ്, ദൈവത്തിൻ്റെ പ്രാർത്ഥനയിലുള്ള ഈ ഒരു വാർത്ത, അവർ, നിങ്ങൾ ഇനിയും വീട്ടിൽ പോയി ചിന്തിക്കുക, അവർ എന്ന് പറയുന്നത് എന്തിന്?
എന്തുകൊണ്ട് ദൈവം മൈ ഫാദർ എന്ന് വിളിക്കാൻ പറയാത്തത്? എന്തുകൊണ്ട് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ഫാദർ എന്ന് പറയാനുള്ള കാരണം ഇത്രയും മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ടവൻ മാത്രം പ്രാർത്ഥിക്കേണ്ടതാണ്. ലോകത്തിലുള്ള സകല ജനങ്ങളുടെ ഒരു ഫാമിലിയിലെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ അവരോട് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതാണ് മിഷൻസ്. മിഷൻസ് എന്ന് പറഞ്ഞാൽ എന്നാ? എനിക്ക് കിട്ടി അത് മതിയെന്നല്ല, അവന് കിട്ടിയില്ല, അവനും വേണം എന്നുള്ളതാണ്. അവന് വേണ്ടിയും ദൈവം മരിച്ചു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്ക് അത്ര. പിന്നെ അവർ ഫാദർ ഇൻ ഹെവൻ, അടുത്ത വാക്യം പറയുന്നത് ഹാലോഡ് ബി ദൈ നെയിം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. കമാൻ, എങ്ങനെയാണ് ദൈവത്തോട് നമ്മൾ പറയാ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് ചോദിക്കുന്നത്? ചിലർക്ക് സംശയം വരും, എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ നാമം ഒന്ന് കുറച്ച് ഒന്ന് റേസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർ വിചാരിക്കും ഒരു 1000 പ്രാവശ്യം സ്തോത്രം 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 എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറി കൂടി 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 നീ 2 ദിവസം മറന്നുപോയെങ്കിൽ താഴ്ന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒന്നും അല്ല ദൈവത്തിൻ്റെ മഹത്വം കൂടുന്നത്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കൂടുന്നെന്ന്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ സ്തോത്രം ചെയ്യുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു കാര്യം. ചില വിചാരിക്കുന്നത് ദൈവമേ ഇതൊന്ന് മഹത്വപ്പെടുത്താൻ എന്നാ ചെയ്യണം? 100 വിളക്ക് കൊളുത്തി വയ്ക്കണം, 100 മെഴുകുതിരി കൊളുത്തണം, ഇല്ലെങ്കിൽ വല്ല തുണി കൊണ്ട് കൊടുക്കണം, തേങ്ങ കൊണ്ട് കൊടുക്കണം, മുട്ടയടിക്കണം. ഇതെല്ലാം ഒന്നുമല്ല. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? യേശു ഈ ലോകത്തിൽ വന്നത്, ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ വന്നത് പാവികൾ രക്ഷിക്കപ്പെടുവാൻ. തൻ്റെ മിഷൻ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ഒരു നേതാവിന് ഒരു സന്തോഷം ഉണ്ടാകും. ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് 100% റിസൾട്ട് കിട്ടുമ്പോൾ അവർക്ക് എന്തോ ഒരു സന്തോഷം. ഒരുത്തനും പാസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എത്ര ദുഃഖം ഇരിക്കണം, ആവശ്യമാണ്. അതേപോലെയാണ് ദൈവത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ആവർത്തിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പാവി മാനസാന്തരപ്പെട്ടെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്നു. എന്തുകൊണ്ട് സ്വർഗം സന്തോഷിക്കുന്നു? ദൈവം സന്തോഷിക്കുന്നു, പുത്രൻ സന്തോഷിക്കുന്നു, പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നു, ദൂതന്മാർ സന്തോഷിക്കുന്നു. ആകപ്പാടെ ഭയങ്കര സെലിബ്രേഷനാണ് അവിടെ. എന്തുകൊണ്ട്? ഒരാൾ കൂടെ തൻ്റെ പഴയ പാവങ്ങളെ വിട്ട് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഞാൻ പറയാൻ വന്നത്, നിന്റെ നാമം മഹത്വപ്പെടണമേ എന്ന് പറഞ്ഞിട്ട് പോയി ഉറങ്ങരുത്. മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ ഒരാത്മാ കൂടെ രക്ഷിക്കപ്പെടുവാൻ എന്നെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റുന്നു? ഇല്ലെങ്കിൽ ഇത് കപടഭക്തിയാണ്, ജൽപ്പനമാണ്. അതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തണമെങ്കിൽ ഒരാത്മാ കൂടെ രക്ഷിക്കപ്പെടണം. അതിന് ഞാൻ എന്നാ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ മിഷൻസ്. അതിന് വേറെ വഴിയേ ഇല്ല. പാവികളെ അന്വേഷിച്ച് പോവുക, സുവിശേഷമായിട്ട് പോവുക. ഒരാൾ രക്ഷിക്കപ്പെട്ടാലും സ്വർഗത്തിൽ ഒരു സെലിബ്രേഷനാണ്, ദൈവനാമം മഹത്വപ്പെടുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം. അതാണ് അടുത്ത വാർത്ത. 3-ാമത്തെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ രാജ്യം വരണം. ഈസിയായിട്ട് പറയാം, നിന്റെ രാജ്യം വരണം, നിന്റെ രാജ്യം വരണം. യേശു അതിനു വേണ്ടിയാണ് വന്നത്. യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രസംഗ വിഷയം ഏതാണെന്നറിയാമോ? സ്വർഗരാജ്യം. ആദ്യത്തെ പ്രസംഗം മത്തായി 4:17, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപമായിരിക്കുന്നു, അടുത്തിൽ. സ്വർഗരാജ്യം സ്ഥാപിക്കാനാണ് യേശു വന്നത്. ആ യേശുവോട് നമ്മൾ പറയാ, നിന്റെ രാജ്യം വരണം. ദൈവത്തിനൊരു ഡയലമ, ഞാൻ അതിനാ വന്നത്. ഇവൻ പറയുന്നത് നിന്റെ രാജ്യം വരണം. അതിൻ്റെ അർത്ഥം ഇതുവരെ ഫുള്ളായിട്ട് രാജ്യം വന്നിട്ടില്ല. ജീസസ് കെയിം ടു കമൻസ് ദാറ്റ്. സ്വർഗരാജ്യത്തിൻ്റെ ആ ആരംഭം തുടങ്ങി വെച്ചു. സ്വർഗരാജ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുത്തു. സ്വർഗരാജ്യത്തിൻ്റെ പ്രജകൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുത്തു. അതിനെ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ടാണ് ദൈവം കാത്തിരിക്കുന്നത്. അപ്പോൾ നിന്റെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നേണ്ടത്, ഈ രാജ്യത്തിൽ അകത്താണോ ഞാൻ?
ആരാ രാജ്യത്തിൽ അകത്താകുന്നത്? യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ പറയുന്നു, ഒരുത്തൻ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ചില്ലെങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഇഫ് യു ആർ എ സേവ്ഡ് പേഴ്സൺ, നീ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നെങ്കിൽ യേശു ഉണ്ടാക്കിയ സ്വർഗരാജ്യത്തിൻ്റെ അകത്താണ് നീ. യു ആർ ഇൻസൈഡ്. ഈ ലോകത്തിലാണ് നമ്മളാണെങ്കിലും നമുക്കൊരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, 2 പൗരത്വമുണ്ട്. ഇന്ന് ലോകത്തിൽ പലർക്കും ഉണ്ട്. അമേരിക്കയിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. അമേരിക്കൻ സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയും. അതേപോലെ നമുക്ക് ഇനിയൊരു സിറ്റിസൺഷിപ്പ് കൂടെ അമേരിക്കയിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് പലർക്കും ഉണ്ട്. പക്ഷെ നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നീ ഇന്ത്യയുടെ ഒരു പൗരവനാണെങ്കിൽ അതേസമയം സ്വർഗരാജ്യത്തിൻ്റെ ഒരു പൗരമാണ്. എപ്പോൾ? രക്ഷിക്കപ്പെട്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ഒന്നൊന്നായിട്ട് ചേർന്നാണ് ഈ സ്വർഗരാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വർഗരാജ്യം വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ വന്നു, ഞാൻ സ്വർഗരാജ്യം നിങ്ങളുടെ മധ്യയിലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരേ ഒരു സ്ഥലത്ത് മാത്രം ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പിശാച് പിടിച്ച ഒരു പയ്യനെ വന്നപ്പോൾ ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു പിശാചിനോട് നോക്കിയപ്പോൾ എന്ന് പറയും, പിശാച് പോയി. അപ്പോൾ യേശു പറഞ്ഞു, ഇതാണ് ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞ ഒരു വാക്യമാണ്, ഞാൻ എൻ്റെ വിരൽ കൊണ്ട്, ഇഫ് മൈ ഫിംഗർ ഓഫ് ഗാഡ് ഐ ചേസ്ഡ് ഔട്ട് ദ ഡെവിൽസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പിശാച് പോയി, പയ്യൻ രക്ഷപ്പെട്ടു, ഇയാൾ വലിയ ആളാണ്, ഭയങ്കര മന്ത്രവാദിയാണ് എന്നല്ല. ഞാൻ കൈ നീട്ടി ഒരുത്തനെ പുറത്താക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വർഗരാജ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ്. ദ ഓൺലി വേ the kingdom of God will be established is chasing out the real king. ഇപ്പോൾ ഉള്ള ആ രാജാവിനെ പുറത്താക്കണം. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൻ്റെ രാജാവ്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ, ഈ ഭൂമിയുടെ യഥാർത്ഥ ഇപ്പോഴത്തെ ഉള്ള സ്ഥിതിയിൽ യഥാർത്ഥ രാജാവ് പിശാചാണ്. യേശു തന്നെ സമ്മതിച്ചു. പിശാചിനെ കണ്ട് യേശു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ അധിപതി എൻ്റെ അടുത്ത് പറഞ്ഞു. പൗലോസ് ഒരു സ്റ്റെപ്പ് മുകളിൽ പോയി പറഞ്ഞു, ഈ ലോകത്തിൻ്റെ ദൈവം, ദ ഗാഡ് ഓഫ് ദിസ് വേൾഡ് എന്ന് പിശാചിനെയാണ് കാണിക്കുന്നത്. ആർക്ക് വിഷമം ഉണ്ടാകരുത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ അധിപതി അല്ലെങ്കിൽ രാജാവ്, ദൈവം പോലും പിശാചാണ്. പക്ഷെ യേശു ഈ പിശാചിൻ്റെ ആ ടെറിട്ടറിയിലാണ് തൻ്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് വരുന്നത്. അതിന് നമ്മെക്കുറിച്ചാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യു സീ വാട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് വർക്ക്. എത്ര വലിയ വർക്കാണിത്. എങ്ങനെ സ്വർഗരാജ്യം വരും? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്വർഗരാജ്യത്തിൽ വന്നു. എന്നാൽ നിൻ്റെ രാജ്യം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് വല്ലതും എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ, കർത്താവേ നിൻ്റെ രാജ്യം വരണമെന്ന് പറയുന്നത് കൊണ്ടാ, ആഗ്രഹിക്കുന്നതുകൊണ്ടാ ഞാനിത് ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്നാ ചെയ്യണം? പിശാചിനെ ഓടിക്കണം. ഇതുപോലെ ഒരു ചിന്ത പോലും നമ്മുടെ വിശ്വാസികൾക്കില്ല. നമ്മുടെ ഏറ്റവും നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങരുത്. അത് കപടഭക്തിയാവും, ഇല്ലെങ്കിൽ ജൽപ്പനമാകും. നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. കർത്താവേ നിൻ്റെ ആഗ്രഹമാണ് നിൻ്റെ രാജ്യം. വേറെ എല്ലാവനെയും അവനെ പിടിച്ച് പുറത്താക്കി, ലോകത്തിന് പുറത്തേയാക്കി നരകത്തിൽ തള്ളാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. പക്ഷേ എൻ്റെ ചുറ്റുപാടിൽ നിന്ന്, അതിനേക്കാളെല്ലാം കൂടുതൽ എന്നിൽ നിന്ന് നിങ്ങൾക്കറിയാമോ, ആദ്യം നമ്മൾ ജയിക്കേണ്ടത് ഈ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് മാറ്റാനാണ്. നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ സ്വർഗരാജ്യം വന്നിരിക്കും. കർത്താവ് ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു. അവരൊന്നും ചെയ്തില്ല, ദൈവമാണ് ശക്തിയോട് കൊണ്ടുവന്നത് രക്ഷ. ഇസ്രായേൽ ജനങ്ങളെ ചെങ്കടലിൽ കൂടെ നടത്തി, അവരൊന്നും ചെയ്തില്ല. സ്നാനം. അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി, ആഹാരം കൊടുത്തു, പ്രൊട്ടക്ഷൻ കൊടുത്തു, അവരൊന്നും ചെയ്തില്ല. ദൈവം, സംരക്ഷണം. പക്ഷേ അവരെ കൊണ്ട് കനാൻ ദേശത്തിൽ വിട്ടിട്ട് എല്ലാവരെയും നീ ഓടിച്ചോ എന്ന് പറഞ്ഞിട്ട് ദൈവം മാറി നിന്നു. ഇത്രയും ചെയ്ത ദൈവത്തിന് ഇവർ കനാൻ ദേശത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അത്രയും കനാനിയർ ഒന്നുമില്ലാതെ പോയി, എല്ലാം എംപ്റ്റി ആണ്, നിങ്ങൾ ആക്കുപ്പൈ ചെയ്തു. ദൈവം പറഞ്ഞില്ല, ഫൈറ്റ്.
യു ആർ ആസ്ക്ഡ് ടു ഫൈറ്റ്. രക്ഷിക്കപ്പെടാൻ നമ്മളൊന്നും വലുതായിട്ട് ചെയ്യേണ്ട, അത് അവൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ നിന്നിലിരിക്കുന്ന ഈ അനാക്കി മല്ലന്മാരെ ഓടിക്കേണ്ടത് ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ദാറ്റ് ഈസ് യുവർ കിങ്ഡം കം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം എങ്ങനെയാണ് വരുന്നത്? ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിനെ ഓടിച്ച് മറ്റൊരു രാജാവ് വരുമ്പോഴാണ് രാജ്യം വരുന്നത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട്, അവനെ ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു യുദ്ധം. യു ആർ കോൾഡ് ടു ബി എ സോൾജർ. യേശു ദൈവത്തിൻ്റെ പേരെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ യഹോവ. അവൻ സൈന്യങ്ങളുടെ യഹോവ ആണെങ്കിൽ നമ്മളാരാ? സൈന്യങ്ങൾ. എപ്പോഴെങ്കിലും അത് ഓർത്തിട്ടുണ്ടോ? എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് യുദ്ധം ചെയ്യാനാണ്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ ദൈവം വിളിച്ചപ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഈ ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് പോകുന്ന സമയത്ത് ദൈവം അവരെ എങ്ങനെയാണ് വിളിച്ചത് എന്ന് എഴുതിയിട്ടുള്ളത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു. അതിൻ്റെ 51-ാം വാക്യം, ലാസ്റ്റ് വാക്യം, അത് അന്ന് തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണഗണമായി മിസ്രയേൽ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. ദ വെരി സ്റ്റാർട്ട് ഓഫ് സാൽവേഷൻ. നിന്നെ ദൈവം രക്ഷിക്കുന്ന ആ ദിവസം ദൈവം പറയുന്നു, ഞാൻ സൈന്യങ്ങളുടെ യഹോവയാണ്. ഗോഡ് കോൾ ദം ബൈ ആർമീസ്. അവിടുന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, കിങ് ജെയിംസ് വെർഷനിൽ. ഒരു പട്ടാളം പുറപ്പെട്ടു പോകുന്ന പോലെ അവരെ വിളിച്ചുകൊണ്ട് പോയത് ദൈവം. പട്ടാളം എന്തിനാണ് പോകുന്നത്? യുദ്ധം ചെയ്യാൻ. യു ആർ കോൾഡ് ടു ബി എ സോൾജർ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നിൻ്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയരുത്. ആ രാജ്യം മാറണമെങ്കിൽ നീ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യണമെങ്കിൽ നീ പടയാളിയായിരിക്കണം. നീ പടയാളിയായിരുന്നു എങ്ങനെയെന്ന് പറഞ്ഞാൽ നിൻ്റെ മുമ്പ് സൈന്യങ്ങളുടെ യഹോവ പോകുന്നു. ആർ യു റെഡി ടു ബി എ സോൾജർ? ഇല്ല എന്നും പള്ളിയിലിരുന്ന് സന്തോഷിച്ച് പാട്ടും കേട്ട് പ്രസംഗം കേട്ട് മാർക്കും പോട്ട് പോകാമെന്നാണോ? നോ. ഗോഡ് കോൾഡ് യു ടു ബി എ സോൾജർ. ആദ്യം ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അനാക്കി മല്ലന്മാരോട്. ആ വിശുദ്ധിയോടുകൂടെ മറ്റവരെയും മറ്റ് അന്ധകാര ശക്തികളെയും പുറത്താക്കുന്തോറും ദൈവരാജ്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടേ എക്സ്പാൻഡ് ആയിക്കൊണ്ടേ വരും. കർത്താവ് വന്ന് അത് കംപ്ലീറ്റ് ചെയ്യും. പ്രാർത്ഥന ചുമ്മാ അല്ലല്ലേ, എളുപ്പമല്ലേ? ഇനി പ്രാർത്ഥിക്കുവാൻ പേടിക്കാൻ തോന്നും അല്ലേ? നിൻ്റെ രാജ്യം വരണം, അതാണ് നിൻ്റെ ഇഷ്ടം, സ്വർഗത്തിലെ പോലെ ഭൂമി. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? സ്വർഗത്തിലെ നോട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനങ്ങൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി. അത് ഭൂമിയിലാകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ ചെയ്യണം. കർത്താവേ, നിനക്ക് ചില ആഗ്രഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്താ ആഗ്രഹം? അവൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, അവൻ്റെ രാജ്യം വരണം, അവൻ്റെ നാമം മഹത്വപ്പെടണം, എല്ലാം അവൻ്റെ. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ ഓർക്കണം, ദൈവത്തിന് ആവശ്യമുള്ളത് കൂടെ ഞാൻ ചെയ്യാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പദവിയാണ് ഓർക്കേണ്ടത്. പ്രാർത്ഥനയുടെ ദ മാഗ്നാനിമിറ്റി ഓഫ് പ്രെയർ. പ്രാർത്ഥന ചുമ്മാ സാധാരണമായിട്ട് അലപ്പാൻ വേണ്ടിയിട്ടുള്ളതല്ല. God has called you to be a partner with him. അതിൽ ആദ്യം പറയുന്നത് നിൻ്റെ കാര്യങ്ങളെല്ലാം ചെറുത്, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. പക്ഷെ മുമ്പേ അവൻ്റെ രാജ്യം, അവൻ്റെ മഹത്വം, അവനെ ഇഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ, അവൻ്റെ ഹിതം നിറവേറ്റുവാൻ, അവൻ്റെ രാജ്യം വരുവാൻ ദൈവം കൊതിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നിന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് പോകാനല്ല. അങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. ആ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്നാ ചെയ്യുന്നു എന്നുള്ളതാണ്. then it is easy. ഇത് നീ പ്രാർത്ഥിക്കുമെങ്കിൽ അടുത്തത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്,
അവിടെയും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമെന്ന്, അല്ലയോ? ഗിവ് അസ് ടുഡേ അവർ ഡെയിലി ബ്രെഡ്. അതിലൊന്ന് ഓർക്കണം, പലർക്കും ഭയങ്കര സംശയം, ഫ്രിഡ്ജ് നിറച്ച് ഒരു മാസത്തിനുള്ള ചാപ്പാട് ഉണ്ടായിട്ട് ഇന്നത്തെ ആഹാരം തരണമേന്ന് കർത്താവോട് ചോദിക്കുന്നത് ശരിയാണോ? ചിലർക്കെല്ലാം അത് പറയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഗിവ് മീ മൈ ഡെയിലി ബ്രെഡ് അല്ല, നിൻ്റെ ഫ്രിഡ്ജ് നിറച്ച് ഒരു മാസത്തിന് ആഹാരം ഉണ്ടെങ്കിലും നീ പ്രാർത്ഥിക്കാം. എങ്ങനെയാണെന്നറിയാവോ? ഗിവ് മീ മൈ ഡെയിലി ബ്രെഡ് എന്നല്ല, ഗിവ് അസ് അവർ ഡെയിലി ബ്രെഡ്. എനിക്ക് ആഹാരമുണ്ട് കർത്താവേ, ആഹാരമില്ലാത്തവനുണ്ട്. അസ് എന്ന് പറയുന്നത് വി ആർ പാർട്ട് ഓഫ് ദറ്റ് വേൾഡ്, ദറ്റ് ഫ്രറ്റേണിറ്റി ഓഫ് ജീസസ് ഫാമിലി, ദറ്റ് പോപ്പുലേഷൻ വിച്ച് ഈസ് സഫറിങ്. അങ്ങനെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ നമ്മുടെ മനസ്സിൽ കൊണ്ട് എനക്കുണ്ട് കർത്താവേ, പക്ഷെ അവന്. അതുകൊണ്ട് ആരും നാണിക്കണ്ട. ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് ഒരുപാട് ചാപ്പാടുണ്ടല്ലോ, പിന്നെ എന്തിനാ ദൈവത്തോട് ഇന്നത്തെ ആഹാരം? എനിക്കെന്ന് ചോദിക്കരുത്, ഞങ്ങൾക്ക്. അതാണ് അവൻ കൊടുക്കുന്നവനാണ്. ഡെയിലി ബ്രെഡ് എന്ന് പറയുമ്പോൾ തന്നെ അവനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പറയുന്നില്ല. പക്ഷേ അടുത്ത കാര്യം, നമ്മുടെ ഫിസിക്കലായിട്ട് അത് കരുതുന്നുണ്ടെങ്കിൽ അടുത്ത കാര്യം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റാണ്. ഞങ്ങളുടെ കടൻകാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ഈ പ്രാർത്ഥനയിലുള്ള ഒരേ ഒരു കണ്ടീഷൻ ഉള്ള ഒരു വാക്ക് എന്താണെന്നറിയാവോ? മറ്റേ അടുത്തുള്ള നീ നല്ല കുളിച്ച് ബൈബിൾ വായിച്ചിട്ട് വന്നാൽ നിൻ്റെ ആഹാരം, ദിവസാഹാരം തരും. കർത്താവ് പറഞ്ഞിട്ടില്ല നീ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും തരും. പക്ഷെ നിൻ്റെ ആത്മാവിനെ സംബന്ധിച്ചോളം കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മറ്റവർ ഞങ്ങളോട് ചെയ്ത പാവങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നീ ക്ഷമിച്ചാൽ നിനക്ക് ധൈര്യമായിട്ട് ചോദിക്കും എൻ്റെ പാവങ്ങളെ ക്ഷമിക്കണം. ഇത് ഒരേ കണ്ടീഷണൽ വേർഡാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഫിസിക്കൽ ഈസിയായിട്ട് ദൈവം കൊടുത്തു. നമ്മുടെ പാസ്റ്റർമാർ ഒരുപാട് 10 ദിവസം 15 ദിവസം ഉപവസിക്കും. കാരണം സാപ്പാട് ഒത്തിരി ഉണ്ട്. അവർ പട്ടിണി കിടക്കുന്നതല്ല, അവർ ഉപവസിക്കുന്നതാണ്. പക്ഷേ ദൈവം ഒരിക്കലും പട്ടിണി കിടക്കാൻ അനുവദിക്കത്തില്ല തൻ്റെ ഭക്തന്മാരെ. പക്ഷേ നീ മറ്റവരുടെ പാപങ്ങൾ ക്ഷമിക്കാതിരുന്നു കഴിഞ്ഞാൽ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. യു ആർ നോട്ട് സ്പിരിച്വലി ക്വാളിഫൈഡ് ടു പ്രേ. കാരണം അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നമ്മൾ പറയുന്നു. പക്ഷേ മത്തയുടെ സുവിശേഷം ആമേൻ ഇട്ടിട്ടില്ല. പോസ്റ്റ് സ്ക്രിപ്റ്റ് PS എഴുതിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ മറ്റവരുടെ പാപങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുറ്റങ്ങളെ ദൈവം ക്ഷമിക്കത്തില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ പ്രാവശ്യവും മറ്റവർ നമുക്ക് ചെയ്ത കുറ്റങ്ങളെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട്, ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, യഥാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ ദൈവത്തോട് എന്നാ പറയുന്നറിയാവോ? എൻ്റെ പാവം ക്ഷമിക്കരുതേ, കാരണം ഞാൻ അവനോട് ക്ഷമിച്ചിട്ടില്ല. ദൈവം മറന്നുപോയാൽ നമ്മൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ദയവ് ചെയ്ത് എൻ്റെ പാവങ്ങളെ ക്ഷമിക്കരുതേ, കാരണം ഞാൻ അവൻ്റെ പാവങ്ങളെ ക്ഷമിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ദൈവം ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു, പക്ഷേ ദൈവം പറയും നീ ക്ഷമിച്ചില്ല, നിൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെടത്തില്ല. ദാറ്റ്സ് ഇറ്റ്. ക്ഷമ നല്ലപോലെ ശ്രദ്ധിച്ചോ. ക്ഷമ എന്ന് പറയുന്നതാണ് ക്രിസ്ത്യൻ വെർച്യൂസിൽ, ക്രിസ്തീയ ഗുണങ്ങളിലെ മകുടമായിട്ടുള്ള ഗുണം ക്ഷമയാണ്. ക്രിസ്തീയ ഗുണങ്ങൾ ഏറ്റവും മകുടമായത് സ്നേഹമെന്ന് പറയും, ലവ്. നോ. കാരണം കർത്താവ് നമ്മൾ അത്രമാത്രം സ്നേഹിച്ചിട്ട് നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒന്ന് ഓർത്ത് നോക്കി. നമ്മളിവിടെ ദൈവമക്കളായിരിക്കുന്നതിൻ്റെ കാരണം ദൈവം നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ചു. യേശുവിനെ ലോകമൊക്കെയും ജനുവരി 22, 1999 നടന്ന കാര്യം ഓർക്കണം. ഗ്രഹാം സ്റ്റെയിൻസിനെയും അവൻ്റെ 2 പിഞ്ച് പൈതലിനെയും ഈ തീയിട്ട് കൊളുത്തിയാണ് ബജരംഗദാൾ എന്ന ഗ്രൂപ്പ്. പിറ്റേ ദിവസം ഗ്ലാഡീസ് സ്റ്റെയിൻ ടെലിവിഷനിലൊന്ന് പറയാണ്, എൻ്റെ ഭർത്താവിനെയും 2 കൊച്ചു കുഞ്ഞുങ്ങളെയും ചുറ്റരിച്ച ആ മനുഷ്യരെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ സകലരുടെയും ഹൃദയങ്ങളെ പിടിച്ച് കുലുക്കിയത് ഈ ഒരു വാക്യമാണ്. ക്ഷമ.
മറ്റവരോട് ക്ഷമിക്കുവാൻ മനസ്സില്ലെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുമാത്രമല്ല, നമ്മുടെ രക്ഷ തന്നെ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതെല്ലാം ഓർത്തുകൊണ്ട് വേണം ദ ലാസ്റ്റ് ഞങ്ങളെ ലീഡ് us not into temptation but deliver us from evil one. ഈ ലോകത്തിൽ പിശാചിൻ്റെ വലിയ ഒരു പ്രവർത്തനമുണ്ട്. അതിൽ ഞാൻ കുടുങ്ങിപ്പോകും. ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും ചിലരെല്ലാം ആവർത്തിച്ച് പറയും, ഞാനും പറയാറുണ്ട്, നിങ്ങൾ യേശുവിൻ്റെ പുറകെ വന്ന കഷ്ടങ്ങൾ വരും. ക്രിസ്തു യേശുവിൽ ഭക്തിയായി ജീവിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ട്. ഈ ഉപദ്രവം ദൈവം തരുന്നതല്ല, നീ യേശുവിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് ലോകവും മാംസവും പിശാചും നമുക്ക് തരുന്നതാണ്. ലോകക്കാർ കിട്ടുന്നതിനേക്കാൾ ഡബിൾ ട്രിപ്പിളാണ് വിശ്വാസികൾക്ക് കിട്ടുന്നതിന്. കാരണം കർത്താവ് വിചാരിച്ചില്ല നമ്മൾ കഷ്ടപ്പെട്ടു വന്നാലേ അവിടെ കയറ്റത്തുള്ളൂ. നോ. പക്ഷെ എന്നെ സംഭവിക്കുന്നു, നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നങ്ങൾ വരും. ഈവിൽ വൺ, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവത്തോട് ആഗ്രഹിക്കണം. കാരണം വിശുദ്ധിയായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരേണ്ടത്. ലീഡ് us not into temptation, ഇത് പാവങ്ങളിൽ തന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ എനിക്ക് വിശുദ്ധിയായിട്ട് ജീവിക്കണം, വിശുദ്ധ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹം. നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ സ്പിരിച്വൽ ആൻഡ് ഡെലിവറൻസ് ആൻഡ് ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം മറ്റതിലുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കും. പക്ഷെ ഞാൻ ഊന്നി പറയാൻ വന്നത്, ഇന്ന് മിഷണറി യോഗമാണ്. എപ്പോഴെങ്കിലും ഈ പ്രാർത്ഥനയെ ഫ്രം ദ മിഷൻസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കിയിട്ടുണ്ടോ? അടുത്ത് ഈ വാർത്ത പ്രാർത്ഥിക്കുമ്പോൾ ദയവേത് നിങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞില്ലെങ്കിലും ഒറ്റ പ്രാവശ്യം ഒരു 15 നിമിഷം ഓരോ വാക്കും എടുത്തുകൊണ്ട് ഇത് ഓർത്ത് നോക്ക്. നിങ്ങൾക്ക് മിഷണറി താല്പര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയത്തിൽ വരും. പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറിമാർക്കായിട്ടും ട്രൈബൽ മിഷനെ വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്ത് വരുന്ന തിരുമല ട്രൈബൽ മിഷൻ തിരുമല പ്രയർ ഫെലോഷിപ്പിനായിട്ടും എൻ്റെ നന്ദികളും ട്രൈബൽ മിഷനിലുള്ള എല്ലാവരുടെയും ആശംസകളും പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.